നമുക്ക് ഏറ്റവും നല്ല പാഷൻ എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകളും പറയും യാത്ര ചെയ്യുക, അതാണ് എൻ്റെ പാഷൻ എന്ന് പറയും. എന്നാൽ ചില ആൾ ക്രിക്കറ്റ് കളിക്കുക, ചില ആൾ ഫുട്ബോൾ കളിക്കുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ പാഷൻ, അഥവാ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും അധികം പാഷൻ വേണ്ടത് നമ്മുടെ കുടുംബത്തോടാണ്, ഫാമിലിയോടാണ് നമുക്ക് ഏറ്റവും നല്ല പാഷൻ എപ്പോഴും വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫുട്ബോളും അതേപോലെ ട്രാവലിംഗ് ഒക്കെ ഒരു പാഷനായി എടുക്കുന്നത് പോലെ കുടുംബജീവിതം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം ഏറ്റവും വലുതായിരിക്കും, നമ്മളെപ്പോഴും സന്തോഷവാനായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കുടുംബജീവിതം നമുക്ക് എങ്ങനെ നല്ല ഒരു പാഷനേറ്റാക്കി മാറ്റാമെന്നതാണ്. അപ്പം അതിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ പ്രധാനമായ കാര്യം നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ്, ആ ക്ലയൻറ്റിൻ്റെ പ്രശ്നം ഭാര്യയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഇയാൾ പറയുന്നത് കേട്ട് നിന്നോളണം. ഇവർക്ക് ഒരഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഇയാൾ കൊടുക്കൂല. ഇവൾ എന്തെങ്കിലും ഒന്ന് പറയാൻ നിന്നാൽ അപ്പം ഇയാൾ തലയിൽ കയറും, പിന്നെ ആ പെൺകുട്ടി ഒന്നും മിണ്ടില്ല. ഇങ്ങനെ വർഷങ്ങളായി ജീവിക്കുകയാണ്. അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഈ ഭർത്താവ് കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് സന്തോഷമാണ് ആ കുടുംബജീവിതത്തിൽ ഉണ്ടാവുക? കുട്ടികളും അങ്ങനെ തന്നെ. കുട്ടികൾക്ക് ഇദ്ദേഹത്തെ പേടിയാണ്, വാപ്പയെ പേടിയാണ് കുട്ടികൾക്ക്. അപ്പം ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. ഭാര്യയും ഭർത്താവും മറ്റ് മാതാപിതാക്കളൊക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇതേമാതിരി ഇത് തിരിച്ചുകൊണ്ട് ചില വീട്ടിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഭാര്യ പറയുന്നത് ഭർത്താവ് കേട്ടോണം. ഭർത്താവിന് ഒരു ബഹുമാനമില്ല, ഒന്നുമില്ല, ഭർത്താവിന് ഒരു വാല്യൂ ഇല്ല. ഇവൾ പറയും, അയാൾ കേൾക്കും. ഇങ്ങനെയുള്ള ഒരു കുടുംബജീവിതത്തിലും ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. കാരണം ഇയാൾക്ക് സന്തോഷമില്ലല്ലോ. അപ്പം ഭാര്യയും ഭർത്താവിനും ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റിയൊരു സംവിധാനം ഉള്ള കുടുംബങ്ങളിലെ നല്ല കുടുംബജീവിതം ഉണ്ടാവുള്ളൂ, നല്ല സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഓഫീസിൽ വലിയ മാനേജറായിരിക്കും. ഓഫീസിൽ വലിയ മാനേജറാണെന്ന് വിചാരിച്ചിട്ട് ഭാര്യൻ്റെ അടുത്ത് വരുമ്പോൾ എന്തിനാണ് നമ്മൾ ആ ഒരു ഇത് കാണിക്കേണ്ട ആവശ്യം? ആ തലക്കനം കാണിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഓഫീസിലൊരു വലിയ ആളാണ് എന്ന് വിചാരിച്ച് ആ ഈഗോ ഭാര്യയുടെ അടുത്തേക്ക് ചെലവഴിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിലെ സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. ഇതേപോലെ ഈ നമ്മളെ പുറത്തുള്ള എല്ലാ ഈ കാര്യങ്ങളും നമുക്ക് ചെയ്യാം, പക്ഷെ വീട്ടിൽ വരുമ്പോൾ അവിടെയും നമ്മൾ ഭരിക്കുകയാണ്, അവിടെയും നമ്മളാണ് ഭരിക്കുന്നത്. ഇവരിതൊക്കെ, കുട്ടികളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഇതൊക്കെ കേട്ടും കണ്ടും സഹിച്ചും ജീവിക്കണം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ തുറന്ന് സംസാരിക്കുകയും എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം, മക്കളുടെ മനസ്സിന് പല കൗതുകകരമായ പല ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പം അവർക്ക് അതൊക്കെ കേൾക്കാനും പറയാനും പറ്റിയ ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു സന്തോഷകരമായ കുടുംബത്തിൽ. അപ്പം നമ്മൾ പാഷനേറ്റ് ആവണമെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ വളരെ പാഷനേറ്റ് ആവണം. കുടുംബങ്ങളിലേക്ക് ചെല്ലുമ്പം ആ ഒരു പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അഭിപ്രായം പറയാനും ഒക്കെയുള്ള ഒരു അവസരം ആ ഒരു കുടുംബത്തിൽ ഏറ്റവും നല്ല സന്തോഷം ഉണ്ടായിരിക്കും. വേറെ ഒരു കാര്യം, നല്ല ക്വാളിറ്റിയുള്ള ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്വാളിറ്റിയുള്ള ടൈം എന്ന് പറഞ്ഞത്, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വളരെ ടയേർഡായിട്ട് വീട്ടിലേക്ക് വന്നാൽ 24 മണിക്കൂറും ഈ ഓഫീസിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഫുൾ ടൈം മൊബൈലിലൊക്കെയാണ്. എന്നിട്ട് പിന്നെ വന്നിട്ട് വീട്ടിലെത്തിയാൽ പിന്നെ സോഷ്യൽ മീഡിയയിലാണ്, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ ഇതെല്ലാം നോക്കി ഫുൾ ടൈം ഫോണിൽ തന്നെ. ഫോണ് വേണ്ടാന്നല്ല പറയുന്നത്, ഫോൺ വീട്ടിലെത്തിയാലും നമുക്ക് ഫോൺ ഉപയോഗിക്കാം. പക്ഷേ ഈ ഫോണൊന്നും ഇല്ലാത്തൊരു സമയമുണ്ടല്ലോ, ഈ ഫോണൊന്നും ഇല്ലാത്തൊരു സമയം, അത് നമുക്ക് ഈ കുടുംബത്തോടൊപ്പം ഒന്ന് ചിലവഴിച്ചൂടെ? നമ്മൾ പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ ഒരു നല്ല കുടുംബ ജീവിതത്തെക്കുറിച്ച് പറയാണ്, നമ്മളും ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഫോണിൽ മെസ്സേജുകൾ വരും, വിളിക്കേണ്ടി വരും, ആളുകൾ വിളിക്കും, വീഡിയോ കാണുന്ന ആളുകൾ വിളിക്കും, ഇങ്ങനെ പല ആളുകളും വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്കൊരു ഫോൺ അങ്ങ് ഓഫാക്കി വെക്കണം, എന്നിട്ട് കുടുംബത്തോടൊപ്പം നല്ല ഒരു ക്വാളിറ്റിയുള്ള ടൈം, മിനിമം രാത്രിയെങ്കിലും ഭക്ഷണം ഒരുമിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് രസമായിട്ട് കഴിക്കുന്ന ഒരു സമീപനം നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ കൊണ്ടുവന്നുകൂടെ? അതിന് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും. ഇത് ഭക്ഷണം കഴിക്കുമ്പോഴും ഫോണായിരിക്കും, അതിങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഒരു ക്വാളിറ്റിയുള്ള ടൈമില്ല. ഇപ്പം ഭാര്യയോടാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ടൈമിൽ സ്വപ്നങ്ങളും ഒക്കെ സംസാരിക്കാൻ പറ്റിയ
ഒരു സാഹചര്യം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായി കിട്ടിയാൽ, അതെ, ഇന്ന് എന്താ അറിയോ, നമ്മൾ ഒരു ദിവസം 4-5 മണിക്കൂർ സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പം നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ മൊബൈൽ ഫോണിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ 4-5 മണിക്കൂർ ഏകദേശം 300, 380, 400 തവണയൊക്കെ അൺലോക്ക് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഫോണ്. അഥവാ അത്രയും സമയം നമ്മളിങ്ങനെ ഫോൺ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിങ്ങനെ നോക്കി, അപ്പോൾ ഒരു വട്ടമായി, 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും, ചിലപ്പോൾ ഒരു മെസ്സേജ് വരുമ്പോൾ വീണ്ടും, ഇങ്ങനെ ഒരു ദിവസം 300-400 തവണ നമ്മളറിയാതെ നമ്മുടെ ഫോണ് നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനർത്ഥം അത്രയും തവണ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മളെ ഫോൺ അങ്ങ് ഓഫാക്കി വെച്ചാൽ, നമ്മുടെ നെറ്റ് ഓഫാക്കി വെച്ചാൽ ഈ ലോകത്തൊന്നും സംഭവിക്കില്ല. നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിചാരം നമ്മൾ 24 മണിക്കൂർ വാട്സപ്പിൽ ഉണ്ടായാലേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാ. അല്ല, നമ്മൾ ഫോൺ ഓഫാക്കിയിട്ടാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള ടൈം, മക്കളോടൊരു ക്വാളിറ്റിയുള്ള ടൈം, അവർ കളിക്കുകയാണെങ്കിൽ അവരെ കൂടെ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ ആ മക്കളെ കൂടെ തന്നെ നിൽക്കുന്ന അതിൻ്റെ രക്ഷമുള്ളൊരു കുടുംബമായിരിക്കും. അപ്പം ക്വാളിറ്റിയുള്ള സമയം നമ്മൾ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുക. വേറെ ഒന്ന്, നമ്മൾ പലപ്പോഴും ഈ ഭാര്യ ചിലപ്പോൾ പഠനം നിർത്തിയിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞപ്പം. അപ്പോൾ അവൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പം അവൾക്ക് അതിനുള്ളൊരു സംവിധാനം നമ്മൾ കാണണം. അവൾക്ക് പല കഴിവുകളുണ്ടാകും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും അവർക്കൊക്കെ നല്ല കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള അവസരം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവണം. ഇപ്പം ഞാൻ എൻ്റെ ഈ കാര്യങ്ങളിപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പ്രസംഗം, പരിപാടികൾ, ക്ലാസ്, ട്രെയിനിങ്ങുകൾ, ബിസിനസ്, സെയിൽസ് ഇതെല്ലാം തുടങ്ങിയതിന് ശേഷം. അപ്പം ഭാര്യയുടെ അടുത്ത് നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അപ്പം ഇങ്ങനെ പരസ്പരം നമ്മൾ വളരണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് വേണ്ട ആശയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം നമ്മളും അവരെ അതുപോലെ നോക്കുന്നു. അവർ വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ എങ്ങനെ നമുക്ക് എംപവർ ചെയ്യാം, അതനുസരിച്ച് കഴിയാവുന്ന മേഖലയിലൊക്കെ നമ്മൾ അവരെ എംപവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അങ്ങനെ ഇപ്പം പല ആളുകൾക്കും പല കോഴ്സുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാകും. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. ഡ്രൈവിംഗ് പഠിക്കണമെന്ന് താല്പര്യമുള്ള ഭാര്യമാരുണ്ടാകും, അവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ചില ആളുകൾക്ക് നല്ല പഠിപ്പിക്കാൻ നല്ല താല്പര്യമാണ്. അപ്പം അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുക, അതിന് വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ അതൊരു പാഷനേറ്റാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു കുടുംബത്തിൽ എപ്പോഴും നിങ്ങളൊരു ട്രാവലിംഗ് പോകുമ്പോൾ ട്രാവൽ ചെയ്യുന്ന പാഷനേറ്റായ ഒരാൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സന്തോഷമായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അടുത്ത ഒരു കാര്യം, ഫാമിലിക്ക് നല്ല ഗോളുകളൊക്കെ വേണം. നമ്മൾ പേഴ്സണൽ ഗോളുകൾ മാത്രം പോരാ, ഫാമിലിക്കും പല ലക്ഷ്യങ്ങളും വേണം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് വീടുണ്ടാക്കണം, വാഹനങ്ങൾ വാങ്ങണം, നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സുരക്ഷത്തിലേക്ക് പോകണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ഫാമിലിയുടെ, നമ്മുടെ പാരൻസിൻ്റെ കാര്യങ്ങൾ, ഇതിലൊക്കെ നമുക്കൊരു പ്ലാനും ഒരു വിഷനും ഒരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാവണം. അത് പരസ്പരം കുടുംബങ്ങളിരുന്ന് ചർച്ച ചെയ്ത് ആശയങ്ങൾ സംസാരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം നല്ല ഒരു ഫാമിലിക്ക് എപ്പോഴും കുറേ ലക്ഷ്യങ്ങൾ വേണം. ആ ലക്ഷ്യങ്ങൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പരസ്പരം ഷെയർ ചെയ്ത് പരസ്പരം ഡിസ്കസ് ചെയ്ത് അങ്ങനെയുള്ള ഒരു എൻവിറോൺമെൻറ്റ് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായാൽ നമ്മുടെ ഫാമിലി പാഷനേറ്റായി മാറും. വേറൊരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ പല അച്ചീവ്മെൻറ്റുകളുണ്ടാവും. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ 10,000 ആളുകൾ സബ്സ്ക്രൈബേഴ്സായി. അപ്പം അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. കുട്ടികളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുമ്പം സെലിബ്രേറ്റ് ചെയ്യുന്നു. കുട്ടികൾ സ്കൂളിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം സെലിബ്രേറ്റ് ചെയ്യണം. അത് നമ്മൾ അവരെ വാല്യൂ ചെയ്യലാണ്. അതിനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഫാമിലിയിൽ വേണം. ഫാമിലിയിൽ ചെറിയ മൈൽസ്റ്റോണുകളൊക്കെ, ചെറിയ ഓരോ അച്ചീവ്മെൻറ്റുകളും ആഘോഷമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പം നമ്മുടെ കുടുംബം ഒരു പാഷനേറ്റായി മാറും. വേറൊരു പ്രധാനമായ ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ തന്നെ ഭയങ്കര പ്രശ്നക്കാരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളും അങ്ങനെ ആയിട്ട് വളരുക, ഭാര്യ അങ്ങനെയാണ് വളരുക.
അല്ല, നമുക്ക് ഇപ്പം ദൈവം തന്നത് എന്തൊക്കെയാണ്, അപ്പം നമുക്ക് കിട്ടിയതെല്ലാം വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. അത് വാല്യൂ ചെയ്യണം. ആ വാല്യൂ നമ്മൾ കുടുംബങ്ങളിൽ കൊടുക്കണം, മക്കളിൽ കൊടുക്കണം. നമ്മൾ ചിലവഴിക്കുന്ന പണത്തിൻ്റെ വാല്യൂ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വാല്യൂ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവരിലൊരു കരുണയും ഒരു അനുകമ്പയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് സാധിക്കണം. വേറെ ഒന്നാണ്, പിന്നെ നമ്മൾ മാതൃകാ ദമ്പതിമാരായി മാറണം. നമ്മൾ കാരണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഭർത്താവ്, അദ്ദേഹം നല്ല ഒരു റോൾ മോഡലായിരിക്കണം, ആ കുടുംബത്തിൻ്റെ നാഥനാണ്. ആ നിലയ്ക്ക് നല്ല ഒരു റോൾ മോഡലായി മാറാൻ ഭർത്താവിന് സാധിക്കണം. ഭാര്യ കുട്ടികളെയൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരാണ്, വീട് ഭരിക്കുന്നത് അവരാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് അവരാണ്. ആ നിലയ്ക്ക് അവരെയും നമ്മൾ ബഹുമാനിക്കണം, അവരെയും നമ്മൾ മാനിക്കണം. അപ്പോൾ നമ്മളൊരു റോൾ മോഡലാവണം. നമ്മുടെ മക്കൾ പറയണം, എൻ്റെ വാപ്പ അങ്ങനെയാണ്, മൂപ്പര് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു, ഇത് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം മക്കളും കാണുന്നത് ഇതാണ്. ഇങ്ങനത്തെ ഒരു ഫാമിലി എന്നുള്ള നിലക്കാണ് മക്കൾ കാണുന്നത്. അഥവാ ബാപ്പയെ, ഉപ്പയെ, അച്ഛനെ മക്കൾക്ക് മാതൃകയാകാൻ പറ്റുന്ന ഒരു ജീവിതം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഭാര്യ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ വരുമ്പോൾ മക്കൾ അത് കണ്ട് മക്കൾ പഠിക്കും. വേറൊന്ന്, സ്വാഭാവികമായിട്ടും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ വളരെ വളരെ മാന്യമായ രൂപത്തിൽ തുറന്ന് സംസാരിച്ച് പരിഹരിക്കാൻ നമുക്ക് കഴിയണം. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. അപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച നമ്മളേന്ന് വന്നാൽ, ഇപ്പം ഭർത്താവിൻ്റെ അടുത്തുനിന്നൊരു വീഴ്ച വന്നാൽ ഭാര്യയോട് സോറി പറയാനുള്ള അത് നമ്മളൊരു ഈഗോ ആയിട്ട് കാണരുത്, സോറി പറയണം. അതേപോലെ അവരുടെ അടുത്തുനിന്നൊരു വീഴ്ച വന്നാൽ അതും ഒരു ഈഗോ ആയി കാണരുത്. അവിടെയും നമുക്ക് ഒരു സോറി പറയാനുള്ള ഒരു സംവിധാനം, ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ പരസ്പരം തുറന്ന് സംസാരിക്കണം. ഇത് മനസ്സിൽ ഇങ്ങനെ വെച്ച് എത്ര വർഷങ്ങളാണ്, ചില ആളുകൾ വളരെ കുറഞ്ഞ നിസാരമായൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ, പക്ഷെ വർഷങ്ങളോയ അത് മനസ്സിലിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പം എത്ര സമാധാനമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്, ഇപ്പം മനസ്സ് നോക്കാനുള്ള മെഷീൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പം ഭാര്യയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭാര്യ തുറന്ന് സംസാരിക്കണം, ഭർത്താവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവ് അത് തുറന്ന് സംസാരിക്കണം. അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ്. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് തുറന്ന് പറയാനുള്ള ഒരു അവസരം നമ്മുടെ കുടുംബത്തിൽ വേണം. അതവർ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കുടുംബത്തിൽ വേണം. വേറൊരു കാര്യം, ഫാമിലി പാഷനേറ്റ് ആക്കാൻ, ട്രാവലിംഗ് പാഷൻ ആകുന്നതുപോലെ കുടുംബജീവിതം പാഷനേറ്റ് ആവാൻ നല്ല യാത്രകൾ കുടുംബത്തോടൊപ്പം പോകണം. അപ്പോൾ ഭാര്യയുമായി ഒറ്റയ്ക്ക് പോകണം, ഭർത്താവിനെ കൂട്ടി പോകണം, മക്കളെ കൂട്ടി പോകേണ്ട വെക്കേഷനുകളുണ്ട്. എല്ലാം ലൈഫിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പം ഈ യാത്ര പോകുമ്പോൾ കിട്ടുന്ന ഒരു ബോണ്ടിങ്, യാത്ര പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. കാരണം നമ്മുടെ മനസ്സ് വളരെ ഫ്രീ ആണ്. ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. അത് ജീവിതത്തിൽ നമ്മുടെ കുടുംബം പാഷനേറ്റ് ആക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തോടൊന്നിച്ചുള്ള യാത്രകൾ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബജീവിതമാണ് ഏറ്റവും സന്തോഷകരമായ കുടുംബജീവിതം. അപ്പം അതിന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മാതാപിതാക്കൾ, നമ്മുടെ പാരൻസ്. അപ്പം നമ്മുടെ പാരൻസിനെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുമായി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയും അവരുമായി തുറന്ന് സംസാരിക്കുകയും ഇതൊക്കെ നമ്മുടെ മക്കൾ കാണുന്നുണ്ട്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നാളെ നമ്മുടെ മക്കൾ നമുക്ക് തരും. ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തോടും നമ്മുടെ അച്ഛനമ്മമാരോട് എല്ലാം ആ ഒരു രീതിയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും ബന്ധവും മനസ്സറിഞ്ഞുള്ള സംസാരവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നല്ല ഒരു പാഷനേറ്റായ ഫാമിലി ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഫാമിലി നന്നായാൽ ഒരു മനുഷ്യന് അതിനപ്പുറം കിട്ടാവുന്ന ഒരു സന്തോഷം ഈ ലോകത്തില്ല. അതേസമയം ഒരു ഫാമിലി പ്രശ്നത്തിലായാൽ, ഒരു ഫാമിലിയിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവന് ബിസിനസ്സോ പണമോ യാത്ര എന്തുണ്ടായിട്ട് കാര്യമില്ല, അവൻ്റെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല, ആ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാവില്ല, ആ ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഈ ഫാമിലി എന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ഫാമിലി പാഷനേറ്റാക്കി മാറ്റാം. നമുക്ക് നല്ല സന്തോഷം ഉള്ള കുറേ അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മറ്റൊരാശയമായി കാണാം. താങ്ക് യു വെരി മച്ച്.